ബസ് സ്റ്റാൻഡ് വഴിയല്ലേ? ഒന്ന് നിർത്തുക കേട്ടോ. ജോണി വെള്ളം എടുത്തോണ്ട് പോയി. സേതു, ജോണി ടി വി ഉണ്ട്. ടി വി. കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. രാവിലെ മുതൽ ഇങ്ങനെ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ജോണി ഉണ്ട്. സേതു, ഈ ചരട് കെട്ടിക്കും. 2 ദിവസം പുറത്തേക്കെങ്ങും വിടണ്ട. ശരിക്കും എന്താ സേതു പറ്റിയത്? ജോണി വന്നു. എവിടെ പോവാ? എന്റെ വീട്ടുകാരുടെ കാശ് മാത്രം മതിയല്ലോ നിങ്ങൾക്ക്. ഒന്നും ഓർമ്മ കാണില്ല. അയ്യോ, സിന്റയുടെ നിശ്ചയല്ലേ? ഞാൻ പറഞ്ഞടി. വേണ്ട, നിങ്ങള് ഈ വീട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ചക്കയൊക്കെ ആരെങ്കിലും കൊണ്ടൊന്ന് വെട്ടിയിറക്ക്. പിന്നെ ഒരു 3000 രൂപ തന്നെ. സേതു വരുന്നു. ദേ, ഞാനില്ലെന്ന് കരുതി ഒരുത്തനെ വീട്ടിൽ പിടിച്ച് കയറ്റരുത്. കുടിയൊക്കെ അങ്ങ് പുറത്തു മതി, കേട്ടല്ലോ? വാ, സർവ്വസമയം കുടിയും ഒരു ജോണിയും. എന്തെങ്കിലും കട്ടിക്ക് കഴിക്കാനോട് എടുത്തോ. ജോണി മോനെ ജോണി, ജോണി മോനെ കൂടി മോനെ. സേതു, നീ ആ ശിവനോട് കാണിക്കുന്നത് ഒട്ടും ശരിയാകുന്നില്ല. എടാ, ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ സ്നേഹിതനല്ലോടാ. അതെ, സൗഹൃദം വേറെ, സാമ്പത്തികം വേറെ. അവൻ പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല. അത് ചോദിച്ചായിരുന്നു നിങ്ങള്? മുതലിനേക്കാൾ കൂടുതൽ പലിശ തന്നില്ലൂടാ. ഇനിയെങ്കിലും ഒന്ന് വിട്ടുകൂടെ? ഓ, ഇങ്ങനെ പിടിച്ചു പറിക്കാൻ തുടങ്ങിയ ഇപ്പൊ അവന് നല്ല കാശാ. അവന് നാടകങ്ങളിൽ മാത്രമല്ല, അവനിപ്പോ സീരിയലിലും അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അവനോട് പറഞ്ഞേക്കും, 5-ാം തീയതിക്കുള്ളിൽ അവനെന്റെ പൈസ തന്നില്ലെങ്കിൽ അവന്റെ വീട്ടിൽ കയറി ഞാൻ താമസിക്കും. ഓ, ഇനി എന്തെങ്കിലും വേണോ? ഒരെണ്ണം കൂടെ. ലേറ്റസ്റ്റ് മോഡലാണ്. നല്ലത് നോക്കാൻ ഓർത്തിട്ടെ. ആഹാ, സാറേ ഒരു മിനിറ്റ്. ഇവിടെ നിനക്ക് സ്ഥിരജോലിയാണോടാ? പലിശ അടക്കം അടുത്ത മാസം ഒരുമിച്ച് തരാം. ഓ, എത്ര രൂപ? 40,000. അപ്പൊ അറിയാം. ഇത് കൊള്ളാവൂടെ? കുഴപ്പമില്ല. ഇത് വേണ്ട, ഇത് കൊള്ളാം, പക്ഷെ വലിയ സൈസാ. വേണ്ട. ഇതേ ഇവന്റെ ശമ്പളത്തിൽ നിന്ന് അങ്ങ് പിടിച്ചോ. നിനക്ക് എത്രയുണ്ട് ഒരു ശമ്പളം? 6 രൂപ. ബെസ്റ്റ്, അത് കൂടുതലല്ലേ? കിട്ടും.
ഇത് പിടിച്ചോ. ഓ നീ വരണ്ട. ആ രായൻ എന്ത് ചെയ്യും? അണ്ണൻ ഇവിടെ ഇല്ല. ആഹാ, അപ്പൊ പലിശ അണ്ണൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. എന്തൊരു കുട്ട ഇജ്ജലിയ. ഇനി കഴിച്ചു കേട്ടാ. ഇനി അവൻ വന്ന് കണ്ടോളാൻ പറ. സേതുണ്ണ, കുഞ്ഞിന് നല്ല സുഖമില്ല. ആശുപത്രി കൊണ്ടുപോകാൻ പോലും കയ്യിൽ കാശില്ല. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും. ഇപ്പോഴത്തെ പനി വെച്ചോണ്ടിരിക്കരുത്. പോ. ഒരു പനി വന്ന് കഴിഞ്ഞു. இவ எந்த ஊரு கருது? யாரு யாரு நீ? என்ன என்ன 5 பைசா திருடினா தப்பா? பெரிய தப்பு இல்லைங்க. 5 கோடி தடவை 5 பைசா திருடினா தப்பு மாதிரி தாங்க தெரியுது. 5 கோடி பேரு 5 கோடி தடவை 5 பைசா திருடினா பெரிய தப்புங்க. அதான் இங்க நடந்துட்டு இருக்கு. താനാരാ? ജോണി. ജോണിയോ? ഏത് ജോണി? എന്ത് പറ്റിയില്ലയാ ഇന്ന്? ഏത് ജോണിന്നൊക്കെ? ജോണിയോ? എന്നും നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ കുടിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ദേ, ഒരുമാതിരി പോക്കരത്തരം പറയരുത്. ജോണിയായിട്ട് ഉടക്കിയാ? ഏയ്, ഒന്നുമില്ല. സേതു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ജോണിയാണ്. നിങ്ങളെ കാണാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. രാമേട്ടാ, ഒന്നിങ്ങി വന്നേ. രാമേട്ടൻ എന്തിനാ വിളിക്കുന്നത്? വാ. ഓ, പെട്ടെന്ന്. അതെ, എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ജോണിയെ കാണാമോ? അയ്യോ, അതെങ്ങനെ? ജോണിയെ തനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റൂ? ഇത് മാത്രം ഒരു പുതുമ. ഓ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. എൻ്റെ ആശാനെ, ഒന്ന് വിശ്വസിക്കേ. നിങ്ങൾക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. ജോണി എന്ന് പറഞ്ഞൊരാളില്ല. എനിക്ക് മനസ്സമാധാനമായിട്ട് കുടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു കഥയാ ജോണി. അത് സേതുവിൻ്റെ കാര്യം. പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് എന്നെ എന്നും ഓർക്കുന്ന ഒരാൾ സേതുവാണ്. എൻ്റെ ഭാര്യയും മക്കളുമെല്ലാം എന്നെ എന്നേ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നൊരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നത്. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റരുത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്ത് പറ്റി സേതു? ഒന്നുമില്ല.